നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പി മുകുന്ദനെ അനുസ്മരിച്ച് സുരേഷ് ഗോപി സമാധാനത്തിനായി ഏവരെയും ഒരുമിപ്പിച്ച നേതാവെന്നും സംഘ ആദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും വഴികാട്ടിയായത് മുകുന്ദനെന്നും സുരേഷ് ഗോപി. അപകടകരമായ വാഹനാഭ്യാസം, വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത MVD. പ്രകടനം ഓണാഘോഷത്തിനിടെ നടപടി കാഞ്ഞിരോട് നെഹർ കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ. ഓണത്തിന് ബോണസുമായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്. ബോണസ് ഭിന്നശേഷി കുട്ടികൾക്ക് തൊഴിൽ പരിശീലനമായി നടത്തിയ നിർമ്മിതിയിൽ ലഭിച്ച തുക സന്തോഷം മലതല്ലി വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. സംഘ ആദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും തനിക്ക് വഴികാട്ടിയായത് പി മുകുന്ദനാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കണ്ണൂർ ചേംബർ ഹാളിൽ പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിന്റെ സംഘർഷ രാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ വലിയ സാധ്യതകൾ കണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ മുകുന്ദന് സാധിച്ചു. ആശയപരമായ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുമ്പോഴും സമാധാനപരമായ ജീവിത സാഹചര്യം നിലനിർത്താനുള്ള സാധ്യതകളാണ് അദ്ദേഹം എപ്പോഴും തേടിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പി മുകുന്ദന്റെ ജീവിതം തന്റെ വ്യക്തിപരമായ നഷ്ടം തന്നെയാണെന്നും അത് കേവലം അലങ്കാര പ്രയോഗം അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പി മുകുന്ദന്റെ പേരിൽ ഒരു എൻഡോവ്മെന്റ് നടപ്പാക്കുകയാണെങ്കിൽ അതിലേക്ക് 10 വർഷം നൽകുന്നതിനായി 2.5 ലക്ഷം രൂപയും അദ്ദേഹം സദസ്സിൽ വെച്ച് വാഗ്ദാനം ചെയ്തു. സുരേഷ് ഗോപി ഒഴികെ രാഷ്ട്രീയ ഭേദമന്യേ ആരെയും ഈ എൻഡോവ്മെന്റിനായി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 86-88 കാലഘട്ടത്തിലാണ് മുകുന്ദേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും അതിന് വഴിയൊരുക്കിയത് ശ്രീ സുരേഷ് കുമാറാണ്, മേനകാ സുരേഷ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിരുന്ന വ്യംഗ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആള്, അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ആള് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും ഉണ്ടായിട്ടുള്ളത്. വളരെ ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ പല മുഹൂർത്തങ്ങളിലും, പല വീഴ്ചകൾ സംഭവിച്ചപ്പോഴും പല സന്തോഷ മുഹൂർത്തങ്ങളും ദുഃഖ മുഹൂർത്തങ്ങളിലും ഒക്കെ ഒരച്ഛനെ പോലെ അല്ലെങ്കിൽ വലിയച്ഛനെ പോലെയൊക്കെ പങ്കുചേർന്നിരുന്ന ഒരു മഹാദേഹമാണ്, അദ്ദേഹമാണ് ശ്രീ പി മുകുന്ദൻ. കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂർ വന്നാൽ എൻ്റെ തലതൊട്ടപ്പൻ മുകുന്ദേട്ടനാണ്. കൊട്ടിയൂരപ്പനെ കാണാൻ വരുന്ന എല്ലാ അവസരങ്ങളിലും എനിക്ക് തോന്നുന്നു ഞാനൊരു 10-12 ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തവണയും മുകുന്ദേട്ടൻ വിളമ്പി തന്ന ചോറുണ്ട്. അവിടെ നിന്ന് കുളിയും ശുദ്ധിയും കഴിഞ്ഞ് കൊട്ടിയൂരപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു കഴിഞ്ഞ വർഷം ഒഴിച്ച അത് സാധ്യമായിരുന്നു. ഇന്ന് കണ്ണൂരിൽ ഈ ആദ്യത്തെ വാർഷിക സ്നേഹാഞ്ജലി നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമെന്ന് പറയുന്നത് മനഃപൂർവ്വം കണ്ടെത്തിയതാണ്. പരിപാടിയിൽ BJP ജില്ലാ അധ്യക്ഷൻ N ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേശീയ സമിതി അംഗങ്ങളായ PK വേലായുധൻ, A ദാമോദരൻ, C രഘുനാഥ്, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, RSS പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബൽറാം, BJP സംസ്ഥാന സമിതി അംഗം K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എളക്കുഴി സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു. ഓണം ഓണപ്പതിപ്പുകളുടേതു കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയം ഓണം വിശേഷാൽ പതിപ്പ് 2024 പ്രകാശനം ചെയ്തു. ജവഹർ ലൈബ്രറി മിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ SRD പ്രസാദ് യുവജനോത്സവം പ്രതിഭ ജഹനാര അസ്മിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ഒരു സഹൃദയൻ, ഒരു ഫോക്ലോറിസ്റ്റ്, ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കതിവന്നൂർ വീടിനെ പറ്റി പലരും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ അത് മെൻഷൻ ചെയ്യണം. ഇത് കതിവന്നൂർ വീടിനെ പറ്റി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എപ്രൈസലാണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം തെയ്യത്തെ പല വിധത്തിൽ നോക്കിക്കാണുന്നവരുണ്ട് ഇക്കാലത്ത്. പണ്ട് വെറുതെ ഒരു ഭക്തിയുടെ മാർഗം എന്ന രീതിയിൽ മാത്രമാണ് നോക്കിക്കണ്ടതെങ്കിലും ഇപ്പോൾ അതിന് പല ആംഗിൾസിൽ നോക്കിക്കാണുന്നു. ഒരു വിപ്ലവത്തിൻ്റെ വീര്യം അതിൽ ചെലുത്തുന്നവരുണ്ട്. ശരിയായില്ല. വെല്ലുവിളി എന്ന നിലയിൽ
ഉന്നതരോടുള്ള വെല്ലുവിളി എന്ന നിലയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചില തെയ്യം അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ട്രാജിക് ഹീറോ, ദാരുണ അന്ത്യം വരിച്ചവരുടെ പറ്റിയുള്ള അവരുടെ ഓർമ്മ പുതുക്കൽ, അതാണ് തെയ്യം. പലതും അങ്ങനെയാണ്. കെട്ടിലും മട്ടിലും വ്യത്യസ്തത പുലർത്തുന്ന സമയത്തിന്റെ സമീപകാല ലക്കങ്ങൾ പോലെ ഓണപ്പതിപ്പും കാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഉള്ളടക്കം കൊണ്ടും ശ്രദ്ധേയമാണ്. മാധവ് ഗാഡ്ഗിലിന്റെ ലേഖനം, പ്രശസ്ത ചിത്രകാരൻ മുത്തുക്കോയയുമായുള്ള അഭിമുഖം, എൻ പ്രഭാകരൻ, PN ഗോപികൃഷ്ണൻ തുടങ്ങിയവരുടെ രചനകൾ ഈ ഓണപ്പതിപ്പിലെ വിഭവങ്ങളാണ്. പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കീച്ചേരി രാഘവൻ രചിച്ച കതിവന്നൂർ വീരൻ വാക്കും പൊരുളും പുസ്തകത്തിന്റെ ചർച്ചയും നടന്നു. ബാലകൃഷ്ണൻ കൊയ്യോൽ, പ്രകാശ് വാടിക്കൽ, മനോഹരൻ വെങ്ങര, കലാമണ്ഡലം മഹേന്ദ്രൻ, PV രാമദാസ്, PV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പിറന്ന മണ്ണിൽ ഗോവർദ്ധന പർവ്വത സങ്കല്പ പൂജ ഭക്തർക്ക് ദിവ്യാനുഭവമായി. ചിറക്കൽ ചിറക്ക് മുന്നിൽ കിഴക്കേക്കര ശ്രീകൃഷ്ണ മതിലകം ക്ഷേത്ര പരിസരത്താണ് പഞ്ചഭൂതാത്മക പ്രകൃതി പൂജ ഒരുക്കിയത്. പൂജാനുഷ്ഠാനങ്ങൾക്ക് കിഴക്കക്കര മേൽശാന്തി മാക്കന്തേരി ഇല്ലത്ത് മധു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഴ പെയ്യാൻ ഇന്ദ്രനെയല്ല പർവ്വതത്തെയും പ്രകൃതിയെയുമാണ് പൂജിക്കേണ്ടതെന്ന ശ്രീകൃഷ്ണ സന്ദേശം വിളംബരം ചെയ്ത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ മഹാകാവ്യത്തിന്റെ സാമൂഹിക പ്രസക്തി വ്യക്തമാക്കുന്ന അപൂർവ ചടങ്ങ് CMS ചന്ദേരമാർ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം ചിങ്ങം കൃഷ്ണഗാഥ പാരായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പ്രകൃതി പൂജ സംഘടിപ്പിച്ചത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഗോവർദ്ധനോദ്ധാരണം എന്ന ഭാഗം അമ്മമാർ ഒന്നിച്ചു ചേർന്നു പാടി. വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികളാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. സനാതന പുരോഹിത സമാജം സംസ്ഥാന അധ്യക്ഷൻ വാഴയിൽ പ്രകാശൻ തന്ത്രി സംയോജകനും മൊളോളത്തില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനുമായി. ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയ രാജ ഭദ്രദീപം കൊളുത്തി. ചിറക്കൽ ചാമുണ്ടിക്കോട്ടം വിഷ്ണുമൂർത്തി കോലാധാരി അഭിരാം പണിക്കരുടെ സാന്നിധ്യത്തിലാണ് പൂജകൾ നടന്നത്. പാരമ്പര്യമായി കൃഷ്ണഗാഥ വായിക്കുന്ന അമ്മമാരെ കീർത്തിപത്രം നൽകി ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം KV സുമേഷ് MLA നിർവഹിച്ചു. 24 മണിക്കൂറും കൃഷ്ണഗാഥ പാടുന്ന മണ്ണായി ചിറക്കലിൽ ചെറുശ്ശേരി സ്മാരകവും വൃന്ദാവനവും നിർമ്മിക്കാനുള്ള പദ്ധതി രൂപരേഖ അംഗീകരിച്ചതായി MLA ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യകാവ്യം കൃഷ്ണഗാഥ രചിക്കപ്പെട്ടത് ചിറക്കൽ കോവിലകത്തിന്റെ രാജകവിയായിരുന്ന ചെറുശ്ശേരിയാണ്. ആ ചെറുശ്ശേരി അദ്ദേഹം കൃഷ്ണഗാഥ രചിച്ചതിൽ കിഴക്കേ മതിലക ക്ഷേത്രത്തിന് ഇതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നിന്നതാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഡോക്ടർ സഞ്ജീവനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം കൃഷ്ണഗാഥയെ മുൻനിർത്തി അത് പാരായണം ചെയ്ത അമ്മമാരെ ആദരിക്കുന്നു എന്നത് കൃഷ്ണഗാഥ ആ അർത്ഥത്തിൽ ഇവിടെ ചിറക്കൽ കോവിലകം കിഴക്കേ മതിലക ക്ഷേത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ഏറെ സഹായകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് ഈ പ്രോഗ്രാം മാറുന്നത്. സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് ആമുഖ ഭാഷണം നടത്തി. അന്തരീക്ഷ പഠന ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുല്ലാങ്കുഴൽ വാദകൻ നാദബ്രഹ്മം ലിബിൻ ബാബു, ചുവർ ചിത്രകലാകാരി NK ജമുന, ഡോക്ടർ സുമാ സുരേഷ് വർമ്മ എന്നിവരെയും പാരമ്പര്യമായി കൃഷ്ണപ്പാട്ട് പാരായണം നടത്തുന്ന 101 അമ്മമാർക്ക് കീർത്തിപത്രം നൽകി ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയ രാജ ആദരിച്ചു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ AV അജയകുമാർ CMS ചന്ദേര അനുസ്മരണ പ്രഭാഷണം നടത്തി. പത്മശ്രീ SRD പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, കോർപ്പറേഷൻ മുൻ മേയർ TO മോഹനൻ, ശിവഗിരി മഠം കേന്ദ്ര നിർവാഹക സമിതി അംഗം സബിത രവീന്ദ്രൻ, ഭാഗവതാചാര്യൻ കാനപ്രം ഈശ്വരൻ നമ്പൂതിരി, കോൺഫെഡറേഷൻ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP മുരളീകൃഷ്ണൻ, ഡോക്ടർ സുമാ സുരേഷ് വർമ്മ, അഡ്വക്കേറ്റ് ശ്രീജയ ശശിധരൻ, സനാതന പുരോഹിത സമാജം അധ്യക്ഷൻ വാഴയിൽ പ്രകാശൻ തന്ത്രി, മഹാത്മാ മന്ദിരം അധ്യക്ഷൻ EVG നമ്പ്യാർ, രാജേഷ് വാര്യർ പൂമംഗലം, ഡോക്ടർ CK അശോകവർമ്മ, CK സുരേഷ് വർമ്മ, സംഗീതജ്ഞൻ എടയാർ ശങ്കരൻ നമ്പൂതിരി, KN രാധാകൃഷ്ണൻ മാസ്റ്റർ, രാജേഷ് പാലങ്ങാട്ട്, കിഴക്കേക്കര മതിലകം സെക്രട്ടറി ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. നബിദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടികളിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന് മഹല്ല് ഭാരവാഹികൾ ശ്രദ്ധിക്കണമെന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ. പ്രകൃതി സംരക്ഷണത്തിനും ആരോഗ്യത്തിനും പ്രാമുഖ്യം നൽകിയ മതത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ തീർത്തും പ്രകൃതി സൗഹൃദമായ രീതിയിൽ തന്നെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. വിതരണം ചെയ്യപ്പെടുന്ന ശീതള പാനീയങ്ങളും പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളും കൃത്യമായി പരിശോധിച്ച് മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ.
ഘോഷയാത്രകളിലെ വഴികളിൽ നിന്നും വിതരണം ചെയ്യുന്ന വിഭവങ്ങൾ പ്ലാസ്റ്റിക് മുക്തമായിരിക്കണം. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ എല്ലാം ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാൻ തയ്യാറാകണമെന്നും മേയർ പറഞ്ഞു. ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ വിഷയം പ്രകൃതി പരിസ്ഥിതി സംരക്ഷണം എന്നതാണ്. എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ പ്ലാസ്റ്റിക് മുക്ത മാലിന്യമുക്ത കണ്ണൂർ എന്ന ഖ്യാതി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് എല്ലാവരുടെയും സഹകരണം വേണമെന്നും മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിലുള്ള മഹല്ല് ഭാരവാഹികൾ പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹല്ല് ഭാരവാഹികളായ സൈനുദ്ദീൻ മൗവഞ്ചേരി, മുഹമ്മദ് കുഞ്ഞി, അക്ബർ ഉരുവച്ചാൽ, ഷറഫുദ്ദീൻ ആനയെടുക്ക്, അയ്യൂബ് പള്ളിപ്പൊയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് ഹരിത പ്രോട്ടോകോൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ. CP മുകുന്ദനെ അനുസ്മരിച്ച് സുരേഷ് ഗോപി സമാധാനത്തിനായി ഏവരെയും ഒരുമിപ്പിച്ച നേതാവെന്നും സംഘ ആദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും വഴികാട്ടിയായത് മുകുന്ദനെന്നും സുരേഷ് ഗോപി. അപകടകരമായ വാഹനാഭ്യാസം, വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത MVD. പ്രകടനം ഓണാഘോഷത്തിനിടെ നടപടി കാഞ്ഞിരോട് നെഹർ കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ. ഓണത്തിന് ബോണസുമായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്. ബോണസ് ഭിന്നശേഷി കുട്ടികൾക്ക് തൊഴിൽ പരിശീലനമായി നടത്തിയ നിർമ്മിതിയിൽ ലഭിച്ച തുക സന്തോഷം മലതല്ലി വിദ്യാർത്ഥികൾ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം വന്നേ, തിരുവോണം വന്നേ, സന്തോഷം വിരിഞ്ഞേ.
ആഘോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ. പൂവേ പൊലി, പൂവേ പൊലിയേ. ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വൈ മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? അത് ഇവർ തന്നെ പറയട്ടെ, അതല്ലേ നല്ലത്? വേൾഡ്സ് നമ്പർ 1 ബ്രാൻഡ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽസ്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണല്ലോ. ഓക്കെ, എന്റെ മൊബൈലും ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ മൈജിയുടെ സർവീസ് സെന്ററിൽ മാത്രമേ നൽകുള്ളൂ. നമ്മുടെ കൺമുന്നിലുള്ള സുതാര്യത. സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾ മാത്രമുള്ള മൈജിയുടെ സർവീസ് സെന്റർ. സ്റ്റുഡൻസിനാണേലും ഗെയിമേഴ്സിനാണേലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് മൈജി അല്ലേ? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടിവിയിൽ തുടങ്ങിയ ബന്ധം റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ട്രസ്റ്റഡ് ഫിനാൻസ് പാർട്ട്നേഴ്സിലൂടെ ഫാസ്റ്റ് ആയിട്ട് ഫിനാൻസ് പ്രോസസ്സും അതിന്റെ കൂടെ നല്ല ഓഫേഴ്സും പിന്നെ ഈസി ആയിട്ട് അടയ്ക്കാവുന്ന സൂപ്പർ EMI പ്ലാനും. എന്നെ കിച്ചണിൽ സ്റ്റാർ ആക്കാനുള്ള വൈഡ് റേഞ്ച് ഓഫ് ക്രോക്കറീസ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഇപ്പൊ മൈജിയിലുണ്ട്. പിന്നെ ഒരു സീക്രട്ട് പറയട്ടെ, പല ഓൺലൈൻ സൈറ്റിനേക്കാളും വില കുറവാണ് മൈജിയിൽ. 2 ഫാസ്റ്റ് ഡെലിവറി. കേട്ടല്ലോ, കണ്ടല്ലോ. ഹോം അപ്ലയൻസസിനും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനും കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി കേരളാസ് ഫസ്റ്റ് ചോയ്സ്. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. വീണ്ടും വാർത്തയിലേക്ക്. ചക്കരക്കല്ലിൽ വീട്ടുമുറ്റത്ത് ഭൂഗർഭ അറയിൽ സൂക്ഷിച്ച മദ്യശേഖരം പിടികൂടി. ചക്കരക്കല്ലിലെ കണ്ണോത്ത് വിനോദിന്റെ വീട്ടുമുറ്റത്താണ് ഭൂഗർഭ അറയിൽ സൂക്ഷിച്ച 102 ലിറ്റർ മദ്യമാണ് എക്സൈസ് പിടികൂടിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CP ഷനിൽകുമാറും സംഘവും ചേർന്ന് ചക്കരക്കല്ലിൽ വെച്ച് കണ്ണോത്ത് വിനോദൻ എന്നയാളുടെ വീട്ടിന്റെ മുറ്റത്തെ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ച മദ്യമാണ് പിടികൂടിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MK സന്തോഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ N രജിത് കുമാർ, M സജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PV ഗണേഷ് ബാബു, CV മുഹമ്മദ് ബഷീർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ PV ദിവ്യ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സുരേഷ് ഗോപി മാടായിക്കാവിൽ ദർശനം നടത്തി. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ഇത് 2ാം തവണയാണ് സുരേഷ് ഗോപി കണ്ണൂരിലെ മാടായിക്കാവിൽ ദർശനത്തിനായി എത്തുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 6:30യോടെയാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത്. മന്ത്രിയെ ക്ഷേത്രം ജീവനക്കാരും ദേവസ്വം ഭാരവാഹികളും കൂടി സ്വീകരിച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപേ സുരേഷ് ഗോപി മാടായിക്കാവിലെത്തിയിരുന്നു. സുരേഷ് ഗോപിയെ കാണാൻ വൻ ജനക്കൂട്ടം മാടായിക്കാവിലെത്തി. കേന്ദ്ര സഹമന്ത്രിക്കായി പഴയങ്ങാടി പോലീസ് കനത്ത സുരക്ഷ ഒരുക്കി. BJP നേതാവ് PP മുകുന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയത്. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ അനുശോചനം രേഖപ്പെടുത്തി. ഇടത് പ്രസ്ഥാനങ്ങളോടൊപ്പം ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം കനത്ത നഷ്ടമാണെന്നും PP ദിവാകരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരിയുടെ നിര്യാണം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാജ്യം പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കുന്നതിനും ശ്രീമതി കോൺഗ്രസിന്റെയും അതോടൊപ്പം BJPയുടെയും ജനാധിപത്യ വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരായിട്ട് ഒരു മുന്നണി എന്നുള്ള രീതിയിൽ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ സാധിച്ചിരുന്നു. UPA ഗവൺമെന്റ് രൂപീകരിക്കുന്ന കാര്യത്തിലും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും യെച്ചൂരി വഹിച്ച പങ്ക് ഏറെ പ്രശംസനീയമായിരുന്നു. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്നതിനും അതുപോലെ തന്നെ രാജ്യത്തെ സുസ്ഥിരമായ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനും നേതൃത്വം കൊടുത്തത് യെച്ചൂരിയുടെ വലിയ നേതൃപാടവം ഒന്നുകൊണ്ട് തന്നെയായിരുന്നു. ഓണാഘോഷത്തിനിടെ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി.
കണ്ണൂരിൽ 3 വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കാഞ്ഞിരോട് നെഹർ ആർട്സ് കോളേജിൽ ഇന്നലെയാണ് സംഭവം. കാറിന് മുകളിലും വാതിലിലും ഇരുന്നായിരുന്നു യാത്ര. വഴിയാത്രക്കാരാണ് ഈ വീഡിയോ പകർത്തിയത്. കാഞ്ഞിരോട് നെഹർ കോളേജിൽ ഇന്നലെ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വാഹനത്തിന്റെ ഡോറിന് മുകളിലും റൂഫിന്റെ മുകളിലും ഇരുന്ന് അപകടകരമാം വിധം യാത്ര ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളുടെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദ് ചെയ്തത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ അറിയിപ്പുണ്ട്. വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MVI റിയാസും AMVI ഷൈജനും നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് ഡ്രൈവ് ചെയ്ത വിദ്യാർത്ഥികളുടെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദ് ചെയ്യാനും ഒരാഴ്ചത്തേക്ക് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനും ശുപാർശ ചെയ്തെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് B സാജു പറഞ്ഞു. ഓണാഘോഷങ്ങളുടെ ഇടയിലും ഫെയർവെല്ലുകൾ നടക്കുമ്പോഴും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡ്രൈവർമാർ എന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. ആ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് കണ്ണൂർ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്ന അറിയിപ്പ് ലഭിക്കുന്നത്. ആ അറിയിപ്പിന്റെ നടപടി സ്വീകരിക്കുന്നതിന് ഓഫീസേഴ്സിനെ അറിയിക്കുകയും അതിൽ റിയാസ് MVയും ഷൈജൻ AMVയും നടപടി സ്വീകരിക്കുകയുണ്ടായി. 3 വാഹനങ്ങൾ വിദ്യാർത്ഥികൾ ഡോറിന് സൈഡിൽ ഇരുന്നും വാഹനത്തിന് മുകളിൽ കയറിയിരുന്നു വണ്ടി ഓടിക്കുന്നതായി കണ്ടെത്തി. ആ ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അവരുടെ ലൈസൻസ് അയോഗ്യമാക്കുകയും ചെയ്തു. കൂടാതെ IDTRൽ ട്രെയിനിങ്ങിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. കോളേജിനകത്ത് നടക്കുന്ന ഓണാഘോഷ പരിപാടിക്ക് കോളേജ് അധികൃതർ അനുമതി നൽകുകയും നല്ല രീതിയിൽ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുറമെ വാഹനവുമായി എത്തിയ വിദ്യാർത്ഥികളാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത്. ഈ വിഷയത്തിൽ അധികൃതർ എടുത്ത നടപടിക്ക് പുറമെ കോളേജിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയെടുക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. സാധാരണ എല്ലാ വർഷവും നെഹർ കോളേജിലെ ഓണാഘോഷ പരിപാടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്രാവശ്യവും മാനേജ്മെന്റും വളരെ കൃത്യമായിട്ടുള്ള പെർമിഷൻ നൽകുകയും എന്നാൽ അകത്തുള്ള എല്ലാ പ്രോഗ്രാമുകളും വളരെ നന്നായി നടക്കുകയും ചെയ്തു. പുറമേയുള്ള ചുരുക്കം ചില കുട്ടികൾ നമ്മുടെ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് കുറച്ച് മോശമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുകയും അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിനെതിരെ അവർ കൃത്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല കോളേജ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പളും കൃത്യമായിട്ട് ഇത്തരം അച്ചടക്കം ലംഘിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നിലയിൽ നടപടി കൈക്കൊള്ളും. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ ഭിന്നശേഷി കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം പദ്ധതിയുടെ ഭാഗമായി തുണിസഞ്ചി, ഡിഷ് വാഷ്, പേപ്പർ, പേന തുടങ്ങിയവ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കിയതിൻ്റെ ഫലമായി ലഭിച്ച തുക ഓണത്തിന് ബോണസായി നൽകി. ചെമ്പിലോട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു DPC അംഗീകാരത്തിൽ പോയപ്പോൾ ഈ ഒരു പദ്ധതി അവിടെ പറയുമ്പോൾ ഇതെന്താണെന്ന് അവിടെ വിവരിച്ചു കൊടുക്കണം. കളക്ടർക്ക് നമ്മൾ മുമ്പൊന്ന് പറയണം എന്നാണ് പദ്ധതി എന്നുള്ളത്. അപ്പോൾ പറയുമ്പോൾ തന്നെ അത് നല്ലൊരു പദ്ധതിയാണെന്ന് കളക്ടർ കൂടി ഞങ്ങൾക്കുണ്ടായ ഒരു മീറ്റിങ്ങിലായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നതിന് ഇതിന് DPC അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ല കഴിവുള്ള മക്കളാണ് നമ്മുടെ മക്കൾ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ മക്കൾ നോർമലായ കുട്ടികൾ ചെയ്യുന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരെ ഓഫീസിൽ പോയിട്ട് അറിയില്ല എന്നെ അല്ലേ, ഞാൻ ഇവരെ കൂടെ വിസിറ്റ് ചെയ്തു. കുറച്ചും അവിടെ ഇരുന്ന് ചെറിയ സ്നാക്സ് എല്ലാം വാങ്ങിക്കൊണ്ട് നമ്മൾ ഒന്നിച്ച് ഇരുന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായി, മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും നിങ്ങളെ സ്കൂളിൽ എത്തുകയും സന്തോഷം കണ്ടു അവളെ മുഖത്ത്. അപ്പോൾ തീർച്ചയായും ഞാൻ എവിടെയും അതുപോലെ തന്നെ മുണ്ടേരിയിലും പോയിട്ടുണ്ടായിന്. അപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ചെറിയ സമയം ചെലവഴിക്കാൻ ഓരോ സന്തോഷങ്ങൾ പങ്കിടാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളാക്കിയ ഓരോ ഉപകരണങ്ങൾ നമ്മളവിടെ കാണുകയുണ്ടായി. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനിയും നിങ്ങൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നല്ലൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി G സന്തോഷ്, വൈസ് പ്രസിഡന്റ് C പ്രീത, K സുരേഷൻ, T രതീശൻ, MP ഷീജ, K ശോഭ, EV രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ, വെള്ളി 95 രൂപ.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പി മുകുന്ദനെ അനുസ്മരിച്ച് സുരേഷ് ഗോപി സമാധാനത്തിനായി ഏവരെയും ഒരുമിപ്പിച്ച നേതാവെന്നും സംഘ ആദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും വഴികാട്ടിയായത് മുകുന്ദനെന്നും സുരേഷ് ഗോപി. അപകടകരമായ വാഹനാഭ്യാസം, വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത MVD. പ്രകടനം ഓണാഘോഷത്തിനിടെ നടപടി കാഞ്ഞിരോട് നെഹർ കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ. ഓണത്തിന് ബോണസുമായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്. ബോണസ് ഭിന്നശേഷി കുട്ടികൾക്ക് തൊഴിൽ പരിശീലനമായി നടത്തിയ നിർമ്മിതിയിൽ ലഭിച്ച തുക സന്തോഷം മലതല്ലി വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.